ഒരിക്കൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസി തൻ്റെ സഹോദരനുമായി ഒരു യാത്രയിലായിരുന്നു. ഒരു ജംഗ്ഷൻ എത്തിയപ്പോൾ ഏതു വഴി പോകണമെന്ന് സഹോദരൻ ഫ്രാൻസിസിനോട് ചോദിച്ചു. ദൈവം ഇച്ഛിക്കുന്ന വഴിയിലൂടെയാണ് നാം പോകുന്നത് എന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസീസി മറുപടി പറഞ്ഞു. എന്നിട്ട് ഫ്രാൻസിസ് തൻ്റെ സഹോദരനോട് കുട്ടികളെപ്പോലെ ചുറ്റിത്തിരിയാൻ പറഞ്ഞു. താൻ പറയുന്നത് വരെ നിർത്തരുത് എന്നും നിർദ്ദേശിച്ചു. തല ചുറ്റിലും ലജ്ജയും ഉണ്ടായിട്ടും ആ സഹോദരൻ അതനുസരിച്ചു. അവസാനം നിർത്തിയപ്പോൾ അദ്ദേഹം സിയന്നയിലേക്കുള്ള വഴിയിലേക്കാണ് തിരിഞ്ഞു നിന്നത്. ആ വഴി അവർ തിരഞ്ഞെടുത്തു. സിയന്ന നഗരത്തിലാകെ കലഹമുണ്ടായിരുന്നു. ഫ്രാൻസിസ് സമാധാന വചനങ്ങൾ സംസാരിച്ച് കലഹം അവസാനിപ്പിച്ചു. പ്രശംസയോ നന്ദിയോ തേടാതെ നിശബ്ദനായി ആ നഗരം വിട്ടു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വഴികൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകാതെ പോയേക്കാം. ഈ നോമ്പുകാലം ദൈവത്തിൻ്റെ വഴിയെ നടക്കാനുള്ള ഒരു ക്ഷണമാണ്. മഹത്തായ പ്രവൃത്തികൾ ചെയ്തിട്ട് വിശുദ്ധ ഫ്രാൻസിസ് അസീസി പ്രശംസ തേടി സിയന്ന നഗരത്തിൽ തന്നെ നിന്നില്ല. സ്വന്തം മഹത്വം അന്വേഷിക്കാതെ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. ക്രൂശിതനിലേക്കുള്ള യാത്രയിൽ നമ്മുടെ ദുരഭിമാനം വെടിഞ്ഞ് ദൈവഹിതം ആരായാനും ദൈവം ഇച്ഛിക്കുന്ന വഴി തിരഞ്ഞെടുക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ആമേൻ. നാഥനോടൊപ്പം ആത്മനാഥൻ